അമ്മേ. ആഹാ മോളോ, രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ? കുളിച്ചമ്മ, കുളിച്ചു. ഇവിടെ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല മോനെ, രാവിലെ തന്നെ കുളിക്കണമെന്നുള്ള ചിട്ടകളൊന്നുമില്ല. അത് അവിടുത്തെ ശീലമാ. ഇവിടെ അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. തന്നെ അവനുള്ള ചായ മോൾ ഇതുകൊണ്ട് കൊടുക്ക. ഇനി അവന്റെ എല്ലാ കാര്യങ്ങളും മോള് തന്നെ നോക്കണം കേട്ടോ. എടി ശാന്ത, നീ ആയിരുന്നോ? എങ്ങനെ വരുമോള്? എന്റെ ശാന്തയെ ഒന്നും പറയണ്ട. കുളിക്കത്തും നനയ്ക്കത്തും ഒന്നുമില്ല. ഈ ആണെങ്കിൽ അങ്ങ് വീറും വൃത്തിയില്ല. അത് അടുക്കളയിൽ വന്ന് കയറുന്നത് നീ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുളിക്കാതെ അടുക്കളയിൽ കയറുന്നത്. ഒന്നും പറയണ്ട, ഒരു വീറും വൃത്തിയുമില്ല. വന്ന് കയറി കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ കൊച്ചിന് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവൾ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം ഇതുവരെ അവൾ വന്നു കഴിഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് അമ്മേ കൂട്ടാൻ? മോളെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ കറി. അമ്മ ആദ്യമായിട്ട് ഇങ്ങനത്തെ കറി കഴിക്കുന്നത്. നല്ല കറിയാ കേട്ടോ. താങ്ക് യു അമ്മേ. അയ്യോ, ഒന്നും പറയണ്ട. പാചകം ചെയ്യുന്ന കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വായിക്കകത്ത് വെക്കാൻ കൊള്ളത്തില്ല, ഒരു രുചിയുമില്ല. എടുത്ത് തെങ്ങുംതോട്ട് കൊണ്ട് കളയുക ചെയ്യുന്നത്. ഒരു കാശിന് കൊള്ളത്തില്ല വെക്കുന്ന കൂട്ടാനുകളൊന്നും. ഒരു പാചകവും അറിയത്തില്ല. മോളെ എന്തെടുക്കുവാ? നല്ല വൃത്തിയായിട്ടുണ്ട് മുറി. ഞാൻ ചെയ്താൽ പോലും ഇത്രയും വൃത്തിയാകത്തില്ല. നീ നല്ലതായിട്ട് മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല രസമുണ്ട് കാണാനിപ്പം. നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടു. അയ്യോ, മുറിയുടെ കാര്യം ഒന്നും പറയണ്ട. എന്തോ വൃത്തികേടായിട്ടാ മുറി ഇട്ടിരുന്നത്. ഞാൻ എന്ത് നല്ലതായിട്ട് അടുക്കി പുറക്കി ഇട്ടിരുന്ന വീടാ. അയ്യോ, ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ സ്ഥിതി എന്താകുമെന്ന് ഓർത്തിട്ട് എനിക്ക് വയ്യ. മൊത്തം വൃത്തികേട. ഒരു വീറും വൃത്തിയൊന്നും പറയുന്നില്ല. മൊത്തം ഊരി കട്ടിലേലോട്ട് ഇട്ടേക്കുക. ഒരു വൃത്തിയില്ല. അമ്മേ, ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പൊക്കോട്ടെ അമ്മേ. മോളെ, ഇന്ന് അവൻ അവധിയല്ലേ? മോളെ ചോദിക്കും, അവനപ്പം കൊണ്ടുപോകാതിരിക്കത്തില്ല. മോൾ അവനോട് അയ്യോ, ഒന്നും പറയണ്ട. ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കന് സമാധാനം കൊടുക്കത്തില്ല. സിനിമ കാണാൻ പോകണം, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ചെറുക്കനെ അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവനും ഒരു പെൺകോന്തനായി പോയെന്നുള്ളതാണ്, നട്ടിട്ടില്ലാത്തവനായി പോയെന്നുള്ളത്. ഇപ്പം അവൾ പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കത്തുള്ളൂ, കേൾക്കത്തുള്ളൂ. ആരോട് പറയാനാ ഇതൊക്കെ?